410 വീടുകളിൽ 178 മാത്രമാണ് പെയിന്റ് അടിച്ച് പണി പൂർത്തിയായെന്ന വ്യാജോക്തിയിൽ സാങ്കേതികമായെങ്കിലും കൈമാറിയത്. ഏതോ ഡിസാസ്റ്റർ പ്രതിരോധം, ഹൈ എൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞെടുത്താണ് മേൽക്കൂരയിലൂടെ ഒരു ചാറ്റൽ മഴയ്ക്ക് വെള്ളം കിരിഞ്ഞിറങ്ങൽ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. വിള്ളലല്ല, ക്രാക്ക് എന്നാണ്. ആ വയറ് കീറിയെടുത്ത് കത്രികയല്ല വേറെതോ ഇടുതാപ്പ് എന്ന് ഡോക്ടർ പറഞ്ഞ അതേ ടോണിൽ ഊറാളങ്കലല്ല മന്ത്രി പറഞ്ഞാലും മഴയത്ത് കോൺക്രീറ്റിൽ വീടിനകത്തേക്ക് വെള്ളമിറങ്ങുന്ന നാട്ടിൽ പറയുന്നത് ചോർച്ച എന്നാണ് സാറേ. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? അനിയനും ചേട്ടനും അവരുടെ മക്കളുമടക്കം കുടുംബത്തെ 16 പേർ ഓർമ്മയായ ആയുഷ്കാല സമ്പാദ്യങ്ങൾ മൊത്തം ഇല്ലാതായ ഒരുത്തൻ ആ ചോർച്ച പുറത്തു പറഞ്ഞതിന് വട്ടം കൂടിയിട്ടാണ് മനുഷ്യവിരുദ്ധ വേട്ടാവളിയും കൂട്ടത്തിന് സൈബർ കൊത്തിപ്പറി. അവനെ പുറത്താക്ക്, വേണ്ടെങ്കിൽ ഇട്ടേച്ച് പോടാ എന്നൊക്കെ അങ്ങ് തമ്പ്രാന്റെ ചക്ക തൗതാര്യം പിച്ചപ്പടമെന്ന മട്ടിൽ കാലിന്മേൽ കാലും വെച്ച് ആക്രോശിക്കാൻ നീയൊക്കെ ഏതാ? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. ഈ നാട്ടിലെ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും മതമുള്ളവരും ഇല്ലാത്തവരും സകല മനുഷ്യന്മാരും അവരുടെ അധ്വാനത്തിന്റെ പങ്ക് ചേർത്ത് വെച്ച മനസാക്ഷിപ്പണമാണ് CMDRF. അല്ലാതെ കൊടിപിടിച്ചാരും ഹുണ്ടിക പിരിച്ചുണ്ടാക്കിയ പാർട്ടി ഫണ്ടല്ല. ഈ ഓരിയിടുന്ന ഒരുത്തന്റെയും തറവാട്ട് സ്വത്തല്ല. ശ്രീ സുരേഷ് കുമാർ ഇവിടെ എഞ്ചിനീയർമാർ നൗഫലിനോട് ക്രാക്ക് ഉണ്ട് എന്ന് പറയുന്നു. അത് സംബന്ധിക്കുന്നതിന് പകരം ഇത് എന്താണ് വിള്ളൽ വിദഗ്ധർ, വിള്ളൽ മുഴുവൻ മാധ്യമങ്ങളുടെ ഗൂഢാലോചന എന്നൊക്കെ പറയാവോ? അതിനെ ഡിഫെൻഡ് ചെയ്യാവോ? അതിനെ പരിഹരിക്കലല്ലേ വേണ്ടത് സുരേഷ് കുമാർ? അവിടെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായി എന്നറിഞ്ഞ സന്ദർഭത്തിൽ തന്നെ മന്ത്രി ഓടി അവിടെ എത്തുകയുണ്ടായി. ഓടി അവിടെ എത്തിയെന്ന് മാത്രമല്ല, കൃത്യമായി അത് പരിശോധിച്ച് അദ്ദേഹം അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയതാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അതിൽ അദ്ദേഹം ഒരു അവകാശവാദം ഉന്നയിച്ചത് സർക്കാർ നിർമ്മിക്കുന്ന വീടുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ CMDRFുമായി ബന്ധപ്പെട്ടുള്ള പണത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് ടാക്സ് കൊടുക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്കറിയാൻ ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ഇവിടെ വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ടാണ് പണം പിരിച്ചത്. ആ പണത്തെ സംബന്ധിച്ച് അറിയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. കാരണം എന്താ അറിയാമോ, ഞങ്ങളിൽ പലരും യൂത്ത് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ DYFI എന്നോ യുവമോർച്ച എന്നോ വ്യത്യാസമില്ലാതെ ഇവരെ സഹായിച്ചിട്ടുണ്ട്. റെസീപ്റ്റുമായി ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ സഹായിച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ K. കരുണാകരന് വേണ്ടിയിട്ടോ ശ്രീ CM സ്റ്റീഫന് വേണ്ടിയിട്ടോ പ്രതിമ നിർമ്മിക്കാനോ അവരുടെ ഓഫീസ് നിർമ്മിക്കാനോ പിരിച്ച പണം പോലെയല്ല ഇത്. ഇത് പാവപ്പെട്ട ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ചെടുത്ത പണമാണ്. ആ പണത്തെ സംബന്ധിച്ച്, അതിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് അറിയാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ സർക്കാരിനെ സ്ഥാനത്തും അസ്ഥാനത്തും കുറ്റപ്പെടുത്തുക, അതിനെന്തെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അത് പരമാവധി എക്സ്ട്രീം ലെവലിൽ കണ്ടെത്തിയതിനു ശേഷം സർക്കാരിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഇവിടെ ഉണ്ടായ കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഡിഫക്റ്റ്, അങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള ഡിഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഡിഫക്റ്റ് പൂർണ്ണമായും ക്യൂർ ചെയ്യേണ്ടത് കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു. അത് ശരി. സൈബർ ഹൂളിഗൻ സംഘമുണ്ട്, ഒരുത്തൻ എഴുതി ഞാൻ വായിക്കാം. എന്തായാലും സർക്കാർ പണിത വീട് ഇവന് ഇഷ്ടമായില്ല, 15 ലക്ഷം രൂപ നൽകി അവനെ ഒഴിവാക്കുക, വീട് ഇഷ്ടമാകുന്ന മറ്റൊരാൾക്ക് ഉടനടി കൈമാറുക, അവൻ സതീഷിന്റെ പുറംജനി ഫ്ലാറ്റിലേക്ക് താമസം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ ഞാൻ എഴുതി വെച്ച് തരാം. ഇവൻ നാളെ സ്വന്തം വീടിന് കാഷ്ടിച്ച് വെച്ചിട്ട് മാപ്രകളെ വിളിക്കും, അല്ലെങ്കിൽ വീട് സ്വന്തം ബോംബ് വെച്ച് പൊട്ടിക്കാനും മടിക്കില്ല. അത്രയ്ക്ക് വിഷമാണ് അവന്റെ മനസ്സിൽ. അവന്റെ അമ്മൂമ്മയുടെ പെൻസിൽ വരാ ഈ പറയുന്ന സൈബർ ഹൂളിഗൻ സംഘം എഴുതി വെച്ചേക്കുന്ന. ഒരു കുടുംബത്തിൽ നിന്ന് 16 പേരെ നഷ്ടപ്പെട്ട ഒരുത്തനായിട്ട് മൊത്തം നഷ്ടപ്പെട്ട ഒരുത്തൻ സ്വന്തം വീട്ടിൽ, അത് ആറ്റുനോറ്റ് കാത്തിരുന്ന സ്വന്തം വീട്ടിന്റെ മുകളിൽ വെള്ളം കിരിഞ്ഞിരുന്നത് പുറത്ത് പറഞ്ഞു തന്നിട്ട് വേട്ടയാടുക എല്ലാവരുടെ. അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ കൃത്യമായി നിയന്ത്രിച്ച്, കൃത്യമായി അവരിൽ സഹായം എത്തിച്ച്, അവരുടെ ദൈനംദിന ജീവിതത്തെ കൃത്യമായി പരിപാലിക്കുന്നത് ആരാണ്? സർക്കാരല്ലേ. അത് ഹിഡൻ ചെയ്ത് വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ 1-2 ഇല്ലാന്നേ. അവരുടെ ദൈനംദിന ജീവിതത്തെ പരിപാലിക്കേണ്ടത് സർക്കാരാണ്. അതെന്തോ ഒരു ഔദാര്യം എന്ന വീട്ടിൽ പറയല്ലേ അങ്ങും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അവർക്ക് വാടക കൊടുക്കേണ്ടത്, എല്ലാം നഷ്ടമായവരെ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കൊടുത്ത പൈസയാണത്, അതല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി ഫണ്ടല്ല. അതിന് ആ ടോണിൽ പറയല്ലേ സുരേഷ് കുമാർ? വീടിന് വിള്ളലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയുന്ന ആ ഏജൻസിക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. പൊളിച്ചു മാറ്റിയിട്ട് മനോഹരമായ വീട് നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും ആ ഏജൻസി അടിവരയിട്ട് തന്നെ പറയുകയാണ്. അത് ചെയ്യുമെന്നുള്ള ഉത്തരവാദിത്വം. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. റവന്യൂ വകുപ്പ് മന്ത്രി ഇത് അറിഞ്ഞ ഉടൻ അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ
നിങ്ങൾ എത്രമാത്രം അപഹസിച്ചാൻ അദ്ദേഹത്തിനെതിരെ. ശ്രീ സുരേഷ് കുമാർ മേശപ്പുറത്ത് കയറി നിന്ന് ടേബിളിന്റെ മുകളിൽ കയറി നിന്ന് ഈ മാർക്കർ പണി മായ്ക്കലല്ല മന്ത്രിയുടെ പണി. തന്റെ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ പറയുന്ന ബാക്കി 408 വീട്ടിലെ ബാക്കി ആൾക്കാർ വീടിനെ പണി പൂർത്തിയാക്കലാണ് മന്ത്രിയുടെ പണി. അല്ലാതെ കയറുന്ന മാർക്കർ പണി മായ്ക്കൽ മന്ത്രിയുടെ പണിയല്ല. അത് PWD ഉദ്യോഗസ്ഥരുണ്ട് അവിടെ. ഒരു സെൻറ്റൻസേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഹാഷ്മിയും ഞാനും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളെല്ലാവരും പറഞ്ഞത്. അത് ക്രാക്കിലായിരുന്നാലും ശരി, മറ്റു കാര്യങ്ങളായിരുന്നാലും ശരി, വെള്ളം കെട്ടി നിർത്തുന്നതിനായിരുന്നാലും ശരി, സബ്ജക്ട് എക്സ്പേർട്ടുകളാണല്ലോ നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ആധികാരികമായി പറഞ്ഞത്. അവിടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പോയി അതൊന്ന് പരിശോധിച്ചിട്ട് അഭിപ്രായം പറഞ്ഞത് മഹാ അപരാധമായി ചിത്രീകരിക്കുന്ന നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരാണല്ലോ. ജിൻഡോയും നമ്മൾ ഹാഷ്മിയും ഞാനും ഒക്കെ എല്ലാം തികഞ്ഞവരായതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അദ്ദേഹം പോയത് മാത്രമാണ് വലിയ അപരാധമായി ചിത്രീകരിക്കുന്നത്. അല്ല സാറേ, അദ്ദേഹം പോയതൊന്നുമല്ല അപരാധം. നമ്മളുടെ നോർമൽ പൈസയേക്കാൾ 10 ലക്ഷത്തിലും അധികം പണിയുന്ന ഹൈ എൻഡ് വീടിൽ ചോർച്ച ഉണ്ടാവുന്നതാണ് അപരാധം. അത് ചെയ്ത് ഊരാളുകളാണ്. ഊരാളുകളെ തള്ളിപ്പറയണം നിങ്ങൾ. സർക്കാർ ഊരാളുകളെ ന്യായീകരിക്കാൻ ഒരു ബാധ്യത നിങ്ങൾക്കില്ല. ഉണ്ടോ? ഉത്തരം പറ. ഞാൻ എവിടെയെങ്കിലും ഊരാളുങ്കലിനെ വേണ്ട. നമ്മൾ ഊരാളുങ്കലിന്റെ PR വർക്ക് എടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ താങ്കൾ ചെയ്തെന്നല്ല പറയുന്നത്. ഊരാളുങ്കൽ ഇവിടെയുള്ള ഏജൻസി, സർക്കാർ വിശ്വസിപ്പിച്ച ഏജൻസി, അവർ വെച്ച വീട് വിള്ളലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കർശനമായി ചോദ്യം ചെയ്യണം. അല്ലാതെ മാർക്കർ വായിക്കല്ല ചെയ്യേണ്ടത്. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഊരാളുങ്കൽ ചെയ്ത ജോലിയിൽ അവര് വലിയ വിള്ളൽ വീണു, വലിയ പാളിച്ച സംഭവിച്ചു. അതിനെ കുറിച്ചിട്ട് ഒന്ന് വെളുപ്പിക്കാൻ മന്ത്രി നോക്കി. മന്ത്രിക്കും ചെറിയ പാളിച്ച വന്നു. നാട്ടുകാർക്കൊക്കെ അത് കാര്യമായിട്ട് മനസ്സിലായി. അതിന് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് വിഷമിക്കത്തക്ക ഒന്നും കാര്യം പറഞ്ഞില്ല. നമ്മളുടെ ആരുടെയും പ്രയാസത്തിന്റെ കാര്യമല്ലല്ലോ. നമ്മൾ പണി ഏൽപ്പിച്ചിരിക്കുന്ന ഊരാളുങ്കൽ എന്ന കോൺട്രാക്ടർ കൃത്യമായി പണി ചെയ്യാത്തതിനെ നമ്മൾ ഒന്നിച്ചു നിന്ന് എതിർക്കണ്ടേ? അത് ചെയ്യുന്നതിന് വരെ ഊരാളുങ്കലിന് വേണ്ടിയിട്ട് വെളുപ്പിക്കൽ പണിയെടുക്കാൻ പാടില്ല. ഇവൻ ശരിയല്ല. ഒന്നാമത്തെ കാര്യം എന്താ കാശ്മീർ, വിള്ളലായാലും ക്രാക്കായാലും ഇവർ എന്ത് പേരിട്ട് വിളിച്ചാലും മേൽക്കൂര ചോർന്ന് മഴവെള്ളം താഴോട്ടേക്ക് ഇനിഞ്ഞിറങ്ങി. അത് സത്യമാണല്ലോ. ഇനിയും ഇവർ ഊരാളുങ്കലിനെ വെളുപ്പിക്കാൻ വേണ്ടി തള്ളൽ തുടർന്നാൽ ഈ വിള്ളലിൻ്റെ വീതി കൂടും, പെരുമഴയാ വരുന്ന വെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനം ഉണ്ടാക്കണം. അത് ഊരാളുങ്കലിൻ്റെ ചുമതലയാണ്. അത് നടത്തിപ്പിനുള്ള പണിയാണ് മന്ത്രിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഊരാളുങ്കലിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മാർക്കറിൻ്റെ പാട് മാച്ചു എന്ന് പറഞ്ഞ് ആ നുണയും മായ്ച്ചു കളഞ്ഞു ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി വിട്ടേക്കുന്ന ആളല്ല മന്ത്രി. അദ്ദേഹത്തിൻ്റെ പണി അതല്ല എന്ന് തിരിച്ചറിയണം. പോയി ചത്തുടടാ. സബ്ജക്ട് എക്സ്പെക്ട് ആണോ എന്ന് ചോദിച്ചു. നമുക്ക് പനിയുണ്ട്, പനി വന്നാൽ ചൂടുണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ ഡോക്ടർ ആവേണ്ട കാര്യമില്ല. അത് ഏത് തരം പനിയാണ് എന്ന് പറയാൻ ഒരു ഡോക്ടറുടെയും സബ്ജക്ട് എക്സ്പെർട്ടും വേണം. അതുപോലെ തന്നെയാണ് ആ മേൽക്കൂരയിൽ വിള്ളലുണ്ട്, വെള്ളം കിഴിഞ്ഞിറങ്ങുന്നു എന്ന് പറയാൻ സാമാന്യ ബോധം നഷ്ടപ്പെടാത്ത സകല മനുഷ്യർക്കും പറ്റും. അത് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെയാണ് അത് വന്നത് എന്ന് പറയാൻ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് വേണം. എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളായിരിക്കണം, എക്സ്പെർട്ട് ആയിരിക്കണം. അത് മന്ത്രി അല്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. അത് സുരേഷ് കുമാറിന് മനസ്സിലാകാത്തത് എൻ്റെയും തങ്ങളുടെയും രാഷ്ട്രീയ ബോധ്യം വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇനി ഒന്നാമത്തെ കാര്യം, ടൗൺഷിപ്പിൽ നിങ്ങൾ താക്കോൽ കൈമാറിയ 178 വീടുകളുടെ പണി പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ല. ഇന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ പറഞ്ഞത് ഇപ്പോഴും പൂർത്തിയാകാത്ത വീട്, കൈമാറ്റം ചെയ്യാത്ത വീടിനെ കുറിച്ച് എന്തിനാ ആക്ഷേപം എന്നാ. അപ്പൊ പിന്നെ നിങ്ങൾ അന്ന് എന്തിനാ താക്കോല് കൊടുത്തേ? വല്ലവരുടെയും കസ്റ്റഡിയിലിരിക്കുന്ന വീടിന്റെ താക്കോൽ ഈ പാവങ്ങൾക്ക് കൊടുത്ത് പറ്റിച്ചെന്തിനോ വിഷുവിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ്. ഭൂകമ്പത്തെ അതിജീവിക്കുമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്. മഴവെള്ളത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കണ്ടേ, ഇനി സർക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആരാ സർക്കാർ സുരേഷ് കുമാറെ? നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി കൊടുത്തിരിക്കുന്നത് 774 കോടി രൂപയുടെ നോട്ടക്കാരൻ. അതനുസരിച്ചിട്ട് ഈ പാവപ്പെട്ടവർക്ക് 410 വീട് വെച്ചു കൊടുക്കാനുള്ള ഇതിന്റെ നോട്ടക്കാരൻ മാത്രമാണ് സർക്കാർ. അല്ലാതെ സർക്കാർ എന്ന് പറഞ്ഞാൽ AKG സെന്ററിൽ ബക്കറ്റ് ഉരു കിട്ടുന്നതിന്റെ വീതം വെച്ച് പാവങ്ങൾക്ക് സംഭാവന കൊടുക്കുന്ന പരിപാടി ഒന്നുമല്ല. ഇത് നാട്ടുകാരുടെ സംഭാവനയാ, സോഷ്യൽ ക്യാപിറ്റൽ. അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കുന്നതല്ല. ഈ പാലാരിവട്ടം പാലം, കൂളിമാട് പാലവും ഒന്നും ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഇതൊന്നും കമ്പയർ ചെയ്യേണ്ട. ഈ കൊച്ചിയിൽ മുണ്ടംവേലിയിൽ PNT കോളനിക്കാർക്ക് പണിത് കൊടുത്ത വീടുണ്ട്, ഫ്ലാറ്റ് സമുച്ചയമുണ്ട്, ചോർന്നൊലിക്കുന്നുണ്ട്, ഒരുപാട് ആക്ഷേപമുണ്ട്. നിങ്ങൾ അതിന്റെ പരിഹാരം കണ്ടെത്തിയോ സുരേഷ് കുമാറെ? ഈ തൊടുപുഴയിൽ ലൈഫ് മിഷൻ പണിതുയർത്തിയ കരുമണ്ണൂരിലെ 42 കുടുംബങ്ങൾക്ക് പണിത് കൊടുത്ത ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് സമുച്ചയം 2023 കൊടുത്തു, 25 മഴയത്ത് ചോർന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഉറക്കം വരുന്നു. ഇവർ ചെയ്യുന്നതിനേക്കാൾ 10-300 സ്ക്വയർ ഫീറ്റ് കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീട്, സൗകര്യങ്ങളോടെ എല്ലാവിധ സാധന സാമഗ്രികളോടും കൂടി മുസ്ലിം ലീഗ് പണിത് കൊടുത്തപ്പോ അതിനായതിനേക്കാൾ 10-12 ലക്ഷം രൂപ ഇവർ കൂടുതലാണ് ചെലവാക്കുന്നത് സർക്കാർ.
എന്തുകൊണ്ടാ ഭൂകമ്പത്തെ അതിജീവിക്കാൻ, പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ, എന്നിട്ടെന്താ മഴവെള്ളത്തെ അതിജീവിക്കാൻ പറ്റിയോ? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഇനി CPM പ്രതിനിധിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ റെസിപ്റ്റ് തന്നു യൂത്ത് കോൺഗ്രസിന് പണം കൊടുത്തു. ഒരു റെസിപ്റ്റ് ഹാജരാക്കാൻ സുരേഷ് കുമാറിനെ ഞാൻ വെല്ലുവിളിക്കുക. സുരേഷ് കുമാർ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരന് പിരിവ് കൊടുത്തോ? ഗവൺമെന്റ് കൊടുക്കുന്ന വീടിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾ ഇത് വെച്ച് കമ്പയർ ചെയ്തേ. ഗവൺമെന്റ് കൊടുത്ത വീടിനുണ്ടായ വിള്ളലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ ഡിവൈഎഫ്ഐയും കമ്പയർ ചെയ്താൽ ഡിവൈഎഫ്ഐക്കാർ വാങ്ങിയ 1.25 കോടി രൂപയുടെ പലിശ എവിടെ പോയി ചോദിക്കേണ്ടി വരും. എല്ലാരും വിളിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.